ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനങ്ങളെ ഈ പകലിൽ നേരുന്നു. ഈ പകലിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി വന്ന് എലീശ പ്രവാചകനോട് ഇങ്ങനെ പറയുന്നു: നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അവൻ യഹോഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ ഇതാ എൻ്റെ വീട്ടിൽ വന്ന് കടക്കാർ എൻ്റെ 2 മക്കളെയും പിടിച്ചു കൊണ്ടുപോകുവാനായി ശ്രമിക്കുന്ന ഒരു ദുരനുഭവം പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി വന്ന് എലീശ പ്രവാചകനോട് പറയുന്നതായി 1-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇത് കേട്ട ഉടനെ എലീശ പ്രവാചകൻ ആ ഭാര്യയോട് അല്ലെങ്കിൽ ആ ദാസിയോട് ഇങ്ങനെ ചോദിക്കുന്നു: നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം? നിന്റെ വീട്ടിൽ എന്തുള്ളൂ? അതിന് മറുപടിയായി പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ വീട്ടിൽ ഒരു ഭരണി ഒലിവെണ്ണയല്ലാതെ എൻ്റെ ഭവനത്തിൽ ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ എലീശ പ്രവാചകൻ പറയുന്ന മറുപടി എന്നെ അധികം വിസ്മയിപ്പിക്കുകയുണ്ടായി. എലീശ പ്രവാചകൻ പറഞ്ഞ മറുപടി ഇതാണ്: നിന്റെ അയൽഭവനങ്ങളിലുള്ള വെറും പാത്രങ്ങൾ പോയി വാങ്ങിക്കൊള്ളുവിൻ. അതിനുശേഷം നീയും നിന്റെ മകനും കതകടച്ച് നിന്റെ കയ്യിലുള്ള ഒരു ഭരണി എണ്ണ പകർന്ന് ഈ കാലി പാത്രങ്ങളിലേക്ക് ഒഴിക്കുവൻ. മാനുഷികമായ ദൃഷ്ടിയിൽ വെറും പൊട്ടത്തരമല്ല ഈ ചെയ്തത്. വെറും ഒരു ഭരണി എണ്ണയിൽ നിന്ന് പകരുവാൻ വേണ്ടി എന്തിനാണ് അനേക ഭവനങ്ങളിൽ നിന്ന് വെറും പാത്രം മേടിക്കേണ്ട ആവശ്യം? ഈ പകലിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്തയും അതാണ്. ഒരു പക്ഷേ പല വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും മാനുഷികമായ ദൃഷ്ടിയിൽ നമുക്ക് പൊട്ടത്തരമാകാം. പക്ഷേ ദൈവം പറയുന്ന വാക്കനുസരിക്കുവാൻ നീ തയ്യാറായാൽ മാനുഷികമായ ദൃഷ്ടിയിൽ പൊട്ടത്തരമാകാം, പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്റെ ഒരു വിടുതലിൻ്റെ സമയമായകയാൽ ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുക്കുവാൻ നീ തയ്യാറായാൽ, ദൈവം പറയുന്നത് അപ്പാടെ അനുസരിക്കുവാൻ തയ്യാറായാൽ, അല്പനേരത്തേക്ക് മാനുഷിക ചിന്താഗതികളെ മറന്ന് മാനുഷിക ബുദ്ധികളുടെ ചോദ്യങ്ങളെ മറന്ന് ദൈവസന്നിധിയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ, അതെ, നിന്റെ മുൻപിൽ അസാധ്യമായിരിക്കുന്ന വിഷയങ്ങൾ ഈ പകലിൽ ഒരു വിടുതൽ നിനക്ക് കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പകലിൽ ആ ദൈവിക വിടുതലിനോട് അടുക്കുവാൻ, ദൈവിക വിടുതൽ നിന്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ ദൈവം നിന്നെ ഇടയാക്കട്ടെ. എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.